തിരുവനന്തപുരം പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ക്രമക്കേടിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ വാദം പൊളിയുന്നു. എസ് സുരേഷ് ബാങ്കിൽ വായ്പാ കുടിശ്ശിക ഇല്ലെന്ന വാദം തെറ്റെന്ന് തെളിയിക്കുന്ന രേഖകൾ 24-ന് കിട്ടി. വായ്പാപേക്ഷ നൽകാതെ എസ് സുരേഷ് പണം കൈപ്പറ്റിയെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, നേരത്തെ തന്നെ രാജിവെച്ചതാണ്, വായ്പയില്ല, ചിട്ടിയില്ല, വായ്പയ്ക്കാരെയും ശുപാർശ ചെയ്തിട്ടില്ല എന്നൊക്കെയായിരുന്നു സുരേഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. ശ്രീ എസ് സുരേഷിന്റെ വാദം പൊള്ളയാണ് എന്നാണോ തെളിയുന്നത്? അലക്സ്. ഹാഷ്മി, തീർച്ചയായും എസ് സുരേഷിന്റെ വാദം അപ്പാടെ പൊളിയുകയാണ്. പെരിങ്ങമല ലേബർ കോൺട്രാക്ട് സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ടും അന്വേഷണത്തിന്റെ ഉത്തരവൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. ഇതിൽ കെടുകാര്യസ്ഥത, അഴിമതിയൊക്കെ കൊണ്ട് ഈ സഹകരണ സംഘത്തിന്റെ നഷ്ടം അത് 4.25 കോടി രൂപയാണെന്ന് സഹകരണ വകുപ്പ് കണ്ടെത്തിയിരുന്നു. അതിൽ എസ് സുരേഷ് വൈസ് പ്രസിഡന്റായിട്ടുള്ള RSS നേതാവടക്കം അത് ലക്ഷങ്ങൾ തിരിച്ചടക്കണം, പിഴയായി അടക്കണം എന്നുള്ളതാണ് സഹകരണ വകുപ്പ് ആ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത്. അതിൽ എസ് സുരേഷ് 43 ലക്ഷം രൂപ അടക്കണമെന്ന ആ വിവരമാണ് പുറത്തു വന്നത്. ആ ഘട്ടത്തിൽ എസ് സുരേഷ് അതിനെ ന്യായീകരിച്ചത് അതൊരു കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗം മാത്രമാണ്, തനിക്ക് അത്തരത്തിൽ അതിന്റെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടോ ഈ സഹകരണ സംഘത്തിലുണ്ടായ കെടുകാര്യസ്ഥതയിലോ തനിക്ക് പങ്കില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. താൻ വായ്പ എടുക്കുകയോ വായ്പയ്ക്ക് താൻ ജാമ്യം നിൽക്കുകയോ ആരെങ്കിലും ശുപാർശ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം ആവർത്തിച്ച് ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോടതി ഉത്തരവ് നിലനിൽക്കുന്നു എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ ആ വാദങ്ങൾ പൊളിയുകയാണ്. അദ്ദേഹം അവിടെ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട്. 2013-ലും 2014-ലും വായ്പ എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ രേഖകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. 2013 ഡിസംബർ മാസത്തിൽ 25,000 രൂപയും 2014 അത് 1 ലക്ഷം രൂപയും ആ വായ്പ എടുത്തിട്ടുണ്ട്. ആ വായ്പാ കുടിശ്ശിക അത് വർഷങ്ങളോളം അത് വായ്പ തിരിച്ചടയ്ക്കാതെ കുടിശ്ശിക വരുത്തി എന്നുള്ളതും ആ രേഖകളിൽ, ആ സഹകരണ സംഘം രേഖകളിൽ വ്യക്തമാണ്. ആ രേഖകളാണ് 24-ന് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ട് കൂടി എസ് സുരേഷ് കുടിശ്ശിക വരുത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോൺ അപേക്ഷ, വായ്പയ്ക്ക് അപേക്ഷ നൽകാതെയാണ് ഇദ്ദേഹം പണം കൈപ്പറ്റിയത്. ഇതിൽ വായ്പ പലിശ സഹിതം സുരേഷ് തിരിച്ചടയ്ക്കാനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സഹകരണ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബന്ധമില്ല എന്ന എസ് സുരേഷിൻ്റെ വാദവും തെറ്റാണ് എന്നുള്ളതാണ് രേഖകൾ തെളിയിക്കുന്നത്. എസ് സുരേഷ് ഈ സഹകരണ സംഘത്തിൻ്റെ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തു എന്നുള്ളതാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. 3 വാർഷിക പൊതുയോഗങ്ങൾ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. എന്താണെങ്കിലും ഈ സഹകരണ സംഘത്തിനുണ്ടായ 4.25 കോടി രൂപയുടെ നഷ്ടത്തിൽ 43 ലക്ഷം രൂപയാണ് എസ് സുരേഷ് പിഴയായി ഒടുക്കേണ്ടത്. അതിനെ ന്യായീകരിക്കുന്ന, പ്രതിരോധിക്കുന്ന വാദങ്ങളാണ് ഈ ഘട്ടത്തിൽ പൊളിയുന്നത്. ഹാഷ്മി. ഓക്കെ, അലക്സ് മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എസ് സുരേഷ് വായ്പ കൈപ്പറ്റി എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ, രേഖകൾ പുറത്തേക്ക് വരികയാണ്. നേരത്തെ തിരുവനന്തപുരത്ത് തന്നെ ഇതുപോലെ വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേരിൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ സുരേഷിൻ്റെ കാര്യം പോലെ പറയുന്നത്. മറ്റൊരു കോർപ്പറേറ്റ് ബാങ്കിൽ ലോൺ എടുത്ത മറ്റ് പാർട്ടിക്കാർ പങ്കടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ആത്മഹത്യ. അതിനുശേഷം MS കുമാർ എന്ന് പറഞ്ഞ ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാവ് വന്നു. ലോൺ എടുത്ത് മുങ്ങി നടക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃതലത്തിലുണ്ട്, സംസ്ഥാന തലത്തിൽ തന്നെ ഉണ്ട് എന്നടക്കം MS കുമാർ തുറന്നടിച്ചതാണ്, ആഞ്ഞടിച്ചതാണ്. മാത്രമല്ല വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ അവരുടെ പേരടക്കം പുറത്തു പറയുമെന്ന വിരട്ടലിനൊടുവിൽ ഇപ്പോൾ നേരത്തെ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തെ ഇപ്പോൾ കാണുകയും അവനെ നീപ്പിക്കാനും നീക്കം നടക്കുകയും ചെയ്യുന്നുണ്ട്. പോട്ടെ, ഈ പറയുന്ന രീതിയിൽ പൈസ എടുത്ത ഒരുപാട് പേരുടെ കഷ്ടപ്പെടുത്താതെ പൈസ എടുത്തവർ എങ്ങനെയെങ്കിലും പൈസ കണ്ടെത്തി തിരിച്ചടക്കേണ്ടതാണ്. അതാണ് മര്യാദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.